ഹലോ, ഞാൻ വന്നേ. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തോന്നും വീഡിയോ ഇടാൻ. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാനായിട്ട് തോന്നി. അപ്പോഴത്തെ വീഡിയോകളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു ചെറിയൊരു വ്ളോഗായിട്ട് ഞാൻ ഇന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നത്തെ പോലെ എല്ലാ വട്ടം പറയണ പോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ഈ പോക്ക് എവിടേക്കാണ് എന്നറിയാമോ? ഇവിടെ ഞങ്ങൾ ഒരാളെ ഇരുത്തിയിട്ടുണ്ട്. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ, കന്യാമാതാവേ ആവേ മരിയ, കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോ. എന്തെങ്കിലും ഇവിടെ ഒരു ബഹളം അഴിച്ചു വിടുമ്പിക്കും. എന്തുട്ട കയ്യില്? നിന്നോട് ആരാ പറഞ്ഞെടുക്കാൻ അരി? ഞാൻ അവിടെ ഇട്ടിട്ടില്ലേ? ഇടഞ്ഞേ. വേഗം തിന്നോന്ന് എടുത്തു കുടിച്ചുവിടുന്നു. നടക്ക് ചേട്ടന്മാരെ പഠിപ്പിക്കാൻ പോട്ടെ. ചേട്ടന്മാര് കോഴീനെ കാണാൻ വേണ്ടിയിട്ടുള്ള സാഹസികമാണ് ഈ കാണുന്നത്. ഇറങ്ങ് മോനെ, ആ ഗ്രില്ലുമെന്ന് കെട്ടിമറിഞ്ഞ് വീഴൂടാ. വീഴട്ടെ ഇറങ്ങ. നടക്ക്. അപ്പനും കുട്ടനും ഏതാ പരീക്ഷ? മലയാളം മാത്സ് ഇന്റഗ്രേഷൻ. ഇന്നലത്തെ എളുപ്പമുണ്ടായിരുന്നാ? ഇന്നലത്തെ പരീക്ഷ എളുപ്പമുണ്ടായിരുന്നാ? അപ്പോൾ ക്രിസ്മസ് പരീക്ഷ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മലയാളവും മാത്സും കൂടി ഇൻറ്റഗ്രേഷനാണ് പരീക്ഷ. അപ്പോൾ രണ്ടുപേരെടുത്തും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളടുത്തിരുന്നാൽ മാത്രമാണ് പഠിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാനവിടെ നേറ്റ് പോയി കഴിഞ്ഞാൽ അവർ നേറ്റ് പോവും. അപ്പോൾ ഞാൻ എഴുതി പഠിക്കാനുള്ളത് എഴുതി കൊടുത്തിട്ടുണ്ട്, അതിരുന്ന് എഴുതാൻ പറഞ്ഞു. ആമി ഇതേ ഒരു പാവനെയും പിടിച്ചിരിക്കുന്ന ഇരിപ്പാണ്. അപ്പോൾ ആമിക്ക് വലിയ കുറുമ്പൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ വേഗം അടുക്കളയിലേക്ക് കയറി. അടുക്കളയിൽ കുറച്ച് പണികളുണ്ട്, അത് ചെയ്യണം. തലേ ദിവസത്തെ ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുകൂടി 2-3 വട്ടം നമ്മൾ കഴുകിയിട്ട് ഒന്നുകൂടി തിളപ്പിച്ചിട്ട് ഊറ്റും. എന്നിട്ടാണ് ഞാൻ കഴിക്കുക ചില ദിവസങ്ങളിൽ. അല്ലെങ്കിൽ ഞാനത് കോഴിക്ക് കൊടുക്കും. ഇപ്പോൾ 3 കോഴികളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കണം, 3 ആൾക്ക് കൊടുക്കണം. അപ്പോൾ ചില ദിവസങ്ങളിൽ കോഴികൾക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ചോറ് വെപ്പ് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് വെക്കാറ്. നേരെ വെളുത്ത് അപ്പം തന്നെ ചോറ് വെച്ച് വെക്കില്ല. കാരണം മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് അടുക്കളയിലത്തെ പണികളൊക്കെ കഴിയും. അടുക്കള പണികൾ ചെയ്യാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, ഒക്കെ ഗ്യാസിലാണല്ലോ. പണ്ടത്തെ പോലെ അടുപ്പും വിറക് വെച്ച് ഊതി കത്തിച്ച് പുകാളി അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് വേണ്ടല്ലോ. ഒക്കെ ഗ്യാസായ കാരണം നമുക്ക് കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ അധികം നേരമൊന്നും നമുക്ക് എടുക്കണില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിള്ളേർ ഇതേ പഠിക്കുന്നിടത്തേക്ക് വിളിച്ചു. അപ്പോൾ ഇതോടെ വെച്ചിട്ട് അങ്ങോട്ട് പോയി. ഇത് ഇന്നലത്തെ ചോറാട്ടാ. അപ്പോൾ അത് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തിളപ്പിക്കാനായിട്ട് വെച്ചേക്കാം ഇപ്പോൾ. പിന്നെ ഇന്നത്തെ ഉപ്പേരിയാണ് കേബേജ് തോരൻ, കേബേജ് ഉപ്പേരി. നമുക്കിനി അരി കഴുകണം, അരി അടുപ്പത്തിടണം. കൂട്ടാൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ചോറാകുമ്പോൾ പിള്ളേർ പോകണം നേരെ ആകുമ്പോൾ ചെയ്താൽ മതി. എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ആ ചൂടോടുകൂടി കഞ്ഞി കുടിക്കാൻ രസം. അപ്പോൾ അത് കാരണം ഞാൻ കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വയ്ക്കുള്ളൂ ചോറ്. അപ്പോൾ ആ ചൂടോടുകൂടി അവർ കഞ്ഞി കുടിച്ചിട്ട് ഉഷാറ് രാവിലെ തന്നെ പോകുമ്പോഴേ വേറെ പലഹാരങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല. കഞ്ഞിയെ കുടിച്ചിട്ട് പോവാ. ആ പാപ്പനാണ് കഞ്ഞിയെ കുടിച്ചിട്ട് പോവാ. അപ്പോൾ കഞ്ഞിക്ക് ഒരു മീൻ വറുത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചാളനെ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ.
പിള്ളേര് പഠിക്കാൻ മാത്രം ഞാൻ പഠിക്കാനായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഓരോ വാക്കുകൾ. മലയാളമാണ് 1ാം ക്ലാസ്സാണ് കണ്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു പിള്ളേർക്ക് എഴുതാൻ പറ്റില്ല, അതുപോലത്തെ ഓരോ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ടഫാണ് 1ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും. മലയാളമാണ് മെയിനായിട്ട് ടഫായിട്ട് തോന്നിയിട്ടുണ്ട്. ഇംഗ്ലീഷൊക്കെ പിന്നെ അവർക്ക് എഴുതാനായിട്ട് സാധിക്കും. പക്ഷെ മലയാളം നമ്മൾ ഉണ്ടാക്കി എഴുതണം, നമ്മൾ പഠിപ്പിച്ചേണ്ടല്ല പറഞ്ഞേക്കണത്. അപ്പൊ ഉണ്ടാക്കി എഴുതണം. അപ്പൊ അവർക്ക് അക്ഷരങ്ങൾ അറിഞ്ഞേ പറ്റൂ. കുഴപ്പമില്ലാണ്ട് ഞാൻ ചോദിച്ചപ്പോൾ എളുപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അവരെ കുറിച്ചിട്ട് എനിക്ക് ടെൻഷനില്ല. ആമീനെ കുറിച്ചിട്ട് ഭയങ്കര ടെൻഷൻ. ആമി ഈ പ്രായത്തിന് അപ്പം കുട്ടും, ആമിയുടെ പ്രായത്തിന് അപ്പം കുട്ടും, ABCD കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാതും ഈ 3 വയസ്സാകുമ്പോഴേക്കും ABCD അതുപോലെ ആനിമൽസിന്റെ പേരുകളൊക്കെ പറയും, എല്ലാതും പറയും. ഐഡന്റിഫൈ ചെയ്യാനൊക്കെ അപ്പം കുട്ടും ബ്രില്യൻ്റ് ആയിരുന്നു. ആമീനെ സംബന്ധിച്ച് ഇപ്പോഴൊന്നും ഇല്ല. 1 2 3 അറിയില്ല. ABCD ഇങ്ങനെ എല്ലാവരൊക്കെ പാടുന്നല്ലാണ്ട് വന്നിട്ടുണ്ട് കേട്ടാ. പാമ്പിനെ ഉണ്ടാ ഈശോ? ഇതെന്തിരീ ചാക്കില്? കപ്പാട്ടം കളിപ്പാട്ടം എന്തിനാ ചാക്കില്? വാരിയിടാൻ. എന്തിനാ വലിച്ചു വാരി ഇട്ടത് അവിടെ? കളി കഴിഞ്ഞാ? കളി കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ അവിടെ കൊണ്ട് വെച്ചോ. പതുക്കെ പൊക്കോട്ടെ വണ്ടി. പോട്ടെ. ചാക്കലപ്പോൾ കളിപ്പാട്ടം കൊണ്ട് നടക്കുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ബിസിയായി മാറിക്കൊണ്ടിരിക്കുക. കാരണം പാമ്പിന് കൂടി അംഗനവാടിക്ക് വിടുന്ന കാരണം അപ്പം കൂട്ടും പോവാൻ 9:45 10 മണിയാകുമ്പോൾ ആമിക്കും അംഗനവാടിയിൽ പോകണം. അപ്പം അതിൻ്റെ ഇടയിൽ എല്ലാം ചടപടേതാവണം. അപ്പം അത് കാരണം പെട്ടെന്ന് നമുക്ക് സമയം കയ്യിൽ പിടിച്ച് നടക്കാമെന്ന് പറയില്ലേ, അതുപോലെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. പിന്നെ ഉച്ചത്തിട്ടാണെങ്കിൽ ട്യൂഷനും ഉണ്ട്. അപ്പോൾ ട്യൂഷനിപ്പോൾ കുട്ടികൾ വരുന്ന കാരണം നമ്മുടെ വീട്ടിലെല്ലാ പണികളും ചെയ്തിട്ട് വേണം നമുക്ക് ട്യൂഷന് ഇരിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ട്യൂഷൻ പിള്ളേർ പോണത് 6 മണിക്കാണ്. 6 മണിക്കാണ്. 6 മണി തുടങ്ങി 7 മണി വയ്ക്കണം അപ്പനും കുട്ടനും വൈകുന്നേരം പഠിപ്പിക്കുക. ചില ദിവസങ്ങൾ രാവിലെയാവും പഠിപ്പിക്കാറ്. നല്ല അടിപൊളി ചാള വറുത്തു. അപ്പോൾ അതേ മീൻ കൂട്ടാനും ഉണ്ട്, മീൻ വറുത്തതുണ്ട്, കാബേജ് ഉപ്പേരി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ കഴിക്കൽ. ചോറിൻ്റെ വിസിൽ മാത്രം വന്നിട്ടില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് വരട്ടെ. അപ്പോഴേക്കും ഒരു കപ്പ് ചായയും കൊണ്ട് പിള്ളേരെ അടുത്തേക്ക് പോട്ടെ പഠിപ്പിക്കാനായിട്ട്. അവിടെ PPUതല്ല പഠിക്കാൻ പറഞ്ഞിട്ടേ. ഞാൻ അങ്ങോട്ട് കടന്നു പോയപ്പോഴത്തേന് രണ്ടാളും തുടങ്ങിയില്ലേ, പഠിക്കുന്നിടത്തുനിന്ന് ഇറങ്ങിപ്പോയില്ലേ? കഴിഞ്ഞ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഒരു യുദ്ധത്തിനുള്ള സമയമാണ്. അധികം നേരം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലെ താടക നൃത്തം ആടും. അത് കാരണം ഞാൻ അധികം നേരം പഠിപ്പിക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റുപോവും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ വന്നിരുത്തും. അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് വന്നിരുത്തും. ഒറ്റയടിക്ക് ഇരിക്കുകയാണെങ്കിൽ അവർക്കും ദേഷ്യം വരും, എനിക്കും ദേഷ്യം വരും. വോയിസ് ഓവർ കൊടുക്കണത് കോഴി കൊക്കുണ്ട് മുട്ടയിട്ട് തോന്നുന്നുണ്ട്, പോയി പറക്കിയിട്ട് വരാട്ടാ. ഈ കോഴി ഒരു മുട്ടയിട്ട സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. കൊക്കോ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിക്ക് കോഴിയെ ഞാൻ വീഡിയോ ഒക്കെ വോയിസ് ഓവർ കൊടുക്കാണ്. മിണ്ടാണ്ടിക്ക് സമാധാനപ്പെടും. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ കളികളിൽ കൂടിയും തമാശകളിൽ കൂടിയും പഠിപ്പിച്ചാലാണ് തലയിൽ കയറുള്ളൂ എന്നുള്ളത്. അത് സത്യമാണ്. പക്ഷെ നമ്മളെ അമ്മമാർക്ക് ഇവരെ ഒന്ന് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് വീട്ടിലെ പണി ചെയ്യാൻ. അല്ലെങ്കിൽ വീട്ടിലെ പണി ചെയ്തിട്ട് റെസ്റ്റ് ചെയ്തിട്ട് പഠിപ്പിക്കാം എന്നുള്ളത് നടക്കണ കാര്യമല്ല. അപ്പം പിന്നെ പലപ്പോഴും ഇവർ അറിയണ ക്വസ്റ്റ്യൻസ് ആയാൽ പോലും മന്നത്തരങ്ങൾ കാണിച്ചിട്ട് തെറ്റിക്കും. അതൊക്കെ കൂടി ആകുമ്പോൾ നമുക്ക് ദേഷ്യം വരും. പല സന്ദർഭങ്ങളിൽ എനിക്കാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ഇവർക്ക് അറിയണതായിരിക്കും, അറിയാത്തതാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഇവർ അറിഞ്ഞുകൊണ്ട് തെറ്റിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അതുകൊണ്ടാണ് പലപ്പോഴും എൻ്റെ ഉള്ളിലെ താടക നൃത്തം ആടുന്നത്. ലാസ്റ്റ് ഒരു ദേഷ്യം വരാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമുക്ക്. കാരണം മുന്നേ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ റിവൈൻഡ് ചെയ്ത് ചോദിക്കണതേ. അപ്പോൾ പിന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിനെ പറ്റി എനിക്ക് അധികം പറയാനില്ല. ഇനി പഠിപ്പിക്കുക എന്നുള്ള യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 പേരെടുത്ത് കുളിക്കാൻ പറഞ്ഞു. അവർ തന്നെ മേല് കഴുകാറുണ്ട്. മേലൊക്കെ കഴുകി കുളിച്ച് കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. എന്നത്തെ പോലെ തന്നെ ഞാൻ തന്നെയാണ് ഇപ്പോഴും വാരി കൊടുക്കണത്. വാരി കൊടുക്കുമ്പോൾ
വയറ് നിറയണത് അപ്പോഴാണ് നമ്മൾ വാരി കൊടുക്കുമ്പോഴാണ് വയറ് നിറയുള്ളൂ. പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ വെച്ച് കൊടുക്കണം തന്നെ കഴിക്കാനായിട്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ വാരി കൊടുക്കുമ്പോൾ 3 ആൾക്കും വാരി കൊടുത്തതിനിടയിൽ ആ ഒരു പണി കഴിയും. അപ്പോൾ ആമിക്കുട്ടിയും അതുപോലെ തന്നെ കഴിച്ച് പോയോളും. അംഗനവാടിക്ക് അവൾക്കും പോകണം. അവളെ കുളിപ്പിച്ചിട്ടില്ല, അവളെ ഞാൻ തന്നെ കുളിപ്പിക്കണം. അപ്പോൾ ഇവർക്ക് ചോറ് കൊടുത്തതിന് ശേഷം ഞാൻ അവളെ കുളിപ്പിക്കാറുള്ളൂ. അല്ലെങ്കിൽ കുളിപ്പിച്ച് ഡ്രസ്സ് മാറി ഞാൻ ഡ്രസ്സിൽ കൂടെ ഒക്കെ പോവും. അപ്പോൾ ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് രാവിലെ ഞാൻ അവളെ കുളിപ്പിക്കാറുള്ളൂ. എന്നും അങ്ങനെയാണോ ചോദിച്ചാൽ എന്നും അങ്ങനെയല്ല. ചില ദിവസങ്ങൾ അവൾ കരയും നേരത്തെ തന്നെ കുളിക്കുന്ന വെച്ചിട്ട്. അപ്പോൾ ഏറ്റവശം പല്ലയച്ചിട്ട് പിന്നെ നേരെ കുളി കഴിഞ്ഞിട്ടാണ് ഏറ്റു വരാറ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഇതുകളാണ്. അവർക്ക് തോന്നുന്ന രീതിക്ക് അവരെ ഞാനിങ്ങനെ വിട്ടേക്കാണ്. അല്ലാണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ അവരെ നിർബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ നിർബന്ധിച്ച് കഴിഞ്ഞാൽ അവർ ചോദിക്കും പട്ടാള ചിട്ടയാണ്. ഒരുവിധ നിർബന്ധങ്ങൾ എൻ്റെ വക ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പാപ്പന് പോകാൻ നേരമായിട്ടുണ്ട്. അപ്പാപ്പൻ പിള്ളേരുടെ അടുത്ത് ബായൊക്കെ പറഞ്ഞ് വൈകുന്നേരം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാപ്പന് ഇത് ഇറങ്ങാണ്. അപ്പാപ്പൻ കറക്റ്റ് 9 മണിയാകുമ്പോൾ പോകും കേട്ടോ. അപ്പാപ്പന് രാവിലെ കഞ്ഞിയാണ് കുടിക്കാറ്. ഉച്ചയ്ക്കുള്ള ചോറൊക്കെ കൊണ്ടുപോകും, ചോറും കറിയൊക്കെ കൊണ്ടുപോകും. ഉച്ചതിരിഞ്ഞ് ട്യൂഷൻ്റെ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോ കഷ്ണം കേക്കൊക്കെ മുറിച്ച് അത് കഴിച്ചു കൂട്ടാ. പിന്നെ ഞാൻ ജിങ്കിൾ ബെൽസ് സോങ്ങൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അവർ കിടന്ന് മുറ്റത്ത് കിടന്ന് നന്നായി കളിക്കുന്നുണ്ട്. എൻ്റെ പിള്ളേർ മോശമൊന്നുമില്ല, വെറുതെ ഓരോ കോപ്പറേറ്റീവിലൊക്കെ കാണിക്കാനായിട്ട് അവർ നിൽക്കുന്നുണ്ട്, ആമിക്കുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയല്ലേ ഓരോ സന്തോഷം. പിന്നെ സ്കൂൾ പൂട്ടണതിൻ്റെ അപ്പം ട്യൂഷനും നിർത്താണ് ട്യൂഷൻ നിർത്താമെന്നല്ല, ട്യൂഷൻ്റെയും വെക്കേഷനാണല്ലോ. അപ്പോൾ എനിക്കും കുറച്ച് നാൾ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാം, റെസ്റ്റ് ചെയ്യാം. പിള്ളേരുടെ ഈ കളിയും സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ് കേട്ടോ. നമ്മുടെ കുട്ടിക്കാലം നമുക്ക് തന്നെ ഓർമ്മ വരും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.